إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മേവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വെച്ച് നമ്മെ വിചാരണ ചെയ്യുന്നവനുമായ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിന് മുന്നോടിയായിട്ടുള്ള ശഅബാൻ മാസത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ശഅബാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം അത് മറ്റുള്ള മാസങ്ങളെ പോലെയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ എന്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടോ അതെല്ലാം ഈ മാസത്തിലും നിർബന്ധമാണ്. അതേപോലെ കഴിഞ്ഞ മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം ഹറാമാക്കിയിട്ടുണ്ടോ അതൊക്കെ ഈ മാസത്തിലും ഹറാമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂ. ഫസ്തഖീമൂ ഇലൈഹി, നിങ്ങൾ അവനിലേക്ക്, അല്ലാഹുവിലേക്ക് നേരെ ചൊവ്വെ നിലകൊള്ളുക. വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അവനോട് ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുകയും നടത്തുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, പണ്ഡിതന്മാർ പറഞ്ഞു, ഫസ്തഖീമൂ ഇലൈഹി, അല്ലാഹുവിലേക്ക് നേരെ ചൊവ്വെ നിൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ അഖ്ലിസൂ ലഹുൽ ഇബാദ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിച്ചുകൊണ്ട് അവനിലേക്ക് നിലകൊള്ളുക എന്നത്? അതും പണ്ഡിതന്മാർ പറഞ്ഞു, അലാ മിൻ വാലിമാ അമറകും ബിഹി അലാ അൽസിനതി റുസുൽ, പ്രവാചകന്മാരുടെ നാവുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എങ്ങനെയാണോ ആരാധിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന അതേ രൂപത്തിൽ അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ മാസവും എന്തെങ്കിലും പ്രത്യേകമുള്ള ഇബാദത്തുകൾ അത് നമ്മൾ ചെയ്യണമെങ്കിൽ അത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിരിക്കും. അങ്ങനെയുള്ള അമലുകൾ മാത്രമാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഈ ഒരു ശഅബാൻ മാസത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായ അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉണ്ടായിരിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശഅബാൻ മാസമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിലായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ഹത്താ നഖൂലു ലാ യുഫ്തിറു വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നായിരുന്നു. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കാൻ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് ഒഴിവാക്കുകയില്ല എന്ന് നമ്മൾ പറയുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി നോമ്പ് നോറ്റിരുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കുന്ന നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചു പോകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നോമ്പ് നോൽക്കുകയില്ല എന്ന് നമ്മൾ പറയുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കുകയും മറ്റു ചില സന്ദർഭങ്ങളിൽ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാണ്. അതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഇല്ലാ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസത്തിൽ പരിപൂർണമായി ഒരു ദിവസം ഒഴിവാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തത് അത് റമദാൻ മാസത്തിലാണ്. എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ നിർബന്ധമായ നോമ്പാണുള്ളത്. ആ റമദാൻ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണമായി ഒരു ദിവസം ഒഴിവാക്കാതെ നോമ്പെടുത്തത്. വമാ റഅയ്തുഹു അക്തറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിലെ നോമ്പ് നോറ്റതുപോലെ കൂടുതലായി മറ്റൊരു മാസത്തിലും നോമ്പെടുത്തത് നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാസത്തിൽ കൂടുതലായി നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്നാണ്. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ലം യകുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ശഹ്റൻ അക്തറ മിൻ ശഅബാൻ ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മാസങ്ങളില്ലാത്തതുപോലെ കൂടുതലായി ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ശഅബാൻ മാസം പരിപൂർണമായി മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കിയിരുന്നു എന്ന് കുല്ലഹു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഭൂരിഭാഗവും. അതായത് ഇമാം നവവി റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് വബയാന അന്ന ഖൗലുഹാ കുല്ലഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാലിബഹു, അതായത് ഭൂരിഭാഗവും ആ ഒരു ശഅബാൻ മാസത്തിലെ ഭൂരിഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റിരുന്നു എന്നാണ്. കാന യസൂമു ശഅബാന ഇല്ലാ ഖലീലൻ, കുറച്ച് ദിവസങ്ങൾ ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിൽ കൂടുതലും നോമ്പ് നോറ്റിരുന്നു എന്ന് നമുക്ക് ഈ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വഫിൽ ഹദീസി ദലീലുൻ അലാ ഫദ്ലിസ് സൗമി ഫീ ശഅബാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ ശഅബാനിൽ പ്രത്യേകമായി നോമ്പെടുക്കുന്നതിന്റെ ഫദ്ല്, അതിന്റെ ശ്രേഷ്ഠത ഈ ഹദീസിലുണ്ട്. അതിനുള്ള തെളിവാണ് ഈ ഹദീസ് എന്നാണ്. അതേപോലെ ഇമാം സുനഅനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വഫീഹി ദലീലുൻ അലാ അന്നഹു യഖുസ്സു ശഅബാന ബിസ്സൗമി അക്തറ മിൻ ഗൈരിഹി. മറ്റുള്ള മാസങ്ങളെക്കാളും ഈ ഒരു ശഅബാൻ മാസത്തിൽ കൂടുതലായി നോമ്പ് നോൽക്കാനും ഇതിൽ തെളിവുണ്ട് എന്ന് മഹാനായ പണ്ഡിതന്മാർ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാതൃകയാക്കിയിട്ടുള്ള ആ ദിവസങ്ങളിലും ആ സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ നമുക്ക് കാണിച്ചു തന്നത്, ഏത് ദിവസത്തിലാണോ നമ്മൾ നോമ്പെടുക്കേണ്ടത്, അത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാമിങ്ങൾ അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മൾ ഈ മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കുക എന്നുള്ളത് പ്രബലമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ
ഈ ഒരു മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ഈ ഒരു മാസം സലഫുകൾ പറഞ്ഞതുപോലെ ഷഹ്റുൽ ഖുർആ, അതായത് ഖാരിഈങ്ങളുടെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ മാസം കൂടിയാണ് ഈ ശഅബാൻ മാസം എന്നുള്ളത്. കാരണം ഇതിനടുത്ത് വരാൻ പോകുന്നത് റമദാൻ, അതായത് പരിശുദ്ധ ഖുർആനിന്റെ മാസമായ ഷഹ്റുർ റമദാൻ, റമദാൻ മാസമാണ്. അതുകൊണ്ട് തന്നെ 6 മാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതിന് എൻട്രി ആകുന്നതിന് മുമ്പ് തന്നെ ശഅബാൻ മാസത്തിൽ ആ ഖുർആൻ ഓതിക്കൊണ്ട് ആ ഒരു സന്തോഷത്തോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു മാസത്തെ കൂടുതലായി ഖുർആൻ ഓതുവാനും അത് പഠിക്കുവാനും അത് ഹിഫ്ള് ചെയ്യുവാനും അവർ കണ്ടെത്തിയിരുന്നു സലഫുകളെന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ പ്രത്യേകമായി നല്ല കൂടുതലായി ഖുർആൻ ഓതുക എന്നുള്ളതും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതേപോലെ മറ്റൊരു പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. അല്ലാഹുവിന്റെ പ്രവാചകരെ, മറ്റുള്ള മാസങ്ങളിലൊന്നും നിങ്ങൾ കൂടുതലായി നോമ്പ് നോൽക്കാത്ത രൂപത്തിൽ ഈ ശഅബാൻ മാസത്തിൽ മാത്രം നിങ്ങൾ കൂടുതലായി നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാലിക ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. ഇത് റമദാനും അതേപോലെ പരിശുദ്ധ മാസമായ റജബ് മാസത്തിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു മാസത്തെ കൂടുതൽ ജനങ്ങളും അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ റജബ് മാസം എന്നുള്ളത് നമുക്കറിയാം, ഏറ്റവും പവിത്രമായ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. അതിന്റെ പവിത്രത കൊണ്ട് തന്നെ ജനങ്ങൾ ആ ഒരു മാസത്തിൽ കൂടുതൽ ഇബാദത്തുകളിൽ കൂടിയിരിക്കും. അതേപോലെ റമദാൻ മാസം നമുക്കറിയാം, അങ്ങേയറ്റം പുണ്യങ്ങൾ നിറഞ്ഞ ഒരു മാസമാണ് റമദാൻ മാസം. അങ്ങനെ അതിലും ഇബാദത്തുകൾ ചെയ്യാനും ഖുർആൻ പാരായണം ചെയ്യുവാനും ജനങ്ങൾ അതിൽ കണ്ടെത്തും, ആ ദിവസങ്ങളിൽ ഒരുങ്ങി നിൽക്കുമെന്നുള്ളതാണ്. എന്നാൽ അതിന്റെ നടുവിലുള്ള ഈ ഒരു മാസം ശഅബാൻ മാസം കൂടുതൽ ആളുകളും അശ്രദ്ധയിലായി പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ള തിരക്കുകളിലായി പോകുന്ന ഒരു മാസമാണ് ഈ ശഅബാൻ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയായി പറയുകയാണ്, وهو شهر ترفع فيه الأعمال إلى رب العالمين. ഈ ഒരു മാസം എന്നുള്ളത് നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ, അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിലേക്ക് എന്റെ അമലുകൾ കയറി പോകുമ്പോൾ അത് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് കയറി പോകണം എന്നുള്ളതാണ്. കാരണം ആ അമലുകളിൽ വെച്ച്, നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമായതും ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകപ്പെടുന്ന അമലാണ് ഈ നോമ്പ് എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലി ബിനി ആദമ യുദാഅഫുൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആദമിന്റെ മക്കളുടെ, അതായത് മനുഷ്യന്മാരുടെ അമലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മിനിമം 10 കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. ഇലാ 700 700 അതേപോലെ 700 ഇരട്ടിയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. അതായത് മനുഷ്യന്മാരുടെ അമലുകൾക്ക് ഓരോന്നിനും അവന്റെ ആത്മാർത്ഥത അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 700 അതിലും കൂടുതലും ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കണക്കനുസരിച്ച് നൽകുമെന്നാണ്. എന്നാൽ നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖാല അല്ലാഹു അസ്സ വജല്ല ഇല്ല സൗം, നോമ്പൊഴികെ ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി, കാരണം ആ നോമ്പ് എന്നുള്ളത് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നോമ്പിനെ അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുകയാണ്. എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണക്കില്ലാതെ മറ്റുള്ള പുണ്യങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ക് നിശ്ചയിക്കുകയാണ്. എന്നാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ സമയത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാൻ ഇഷ്ടം പോലെ മനസ്സറിഞ്ഞുകൊണ്ട്, അതായത് കണക്കില്ലാതെ അതിന് പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ,
ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഈ രൂപത്തിലുള്ള ഈ മാസങ്ങളെ, ഇനി വരാനിരിക്കുന്ന നല്ല നല്ല മാസങ്ങളെയും ദിവസങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു മാസത്തിൽ സാധാരണ സംശയമുള്ള ഒരു കാര്യമാണ്, അതായത് ഈ ശഅബാൻ മാസം പകുതിയായി കഴിഞ്ഞാൽ 15 കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇദൻ തസഫ ശഅബാനു ഫലാ തസൂമു. ശഅബാൻ മാസം 15 കഴിഞ്ഞാൽ, പകുതിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്നുള്ള ഹദീസ്. ഈ ഹദീസിനെ കൂടുതലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും അത് ദഈഫാണ്, ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഹുവ ഹദീസുൻ സ്വഹീഹുൻ, ഈ ഒരു ഹദീസ് സ്വഹീഹാണ്. എങ്ങനെ? കമാ ഖാലൽ അഖുൽ അല്ലാമത്തു ശൈഖ് നാസിറുദ്ദീൻ അൽബാനി, അതായത് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഹദീസ് സ്വഹീഹാണ്. والمراد به النهي عن ابتداء صيام بعد النصف, അതായത് അതിന്റെ ഉദ്ദേശം എന്നുള്ളത്, അതായത് 15 ഈ ശഅബാൻ മാസം 15 കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും നോമ്പ് തുടങ്ങുകയാണെങ്കിൽ അത് പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അമ്മാ മൻ സാമ അക്തറ ശഹരി അവി ശഹരി കുല്ലഹു ഫഖാദ് അസ്വാബ സുന്ന, ഇനി ഒരാൾ ആദ്യം മുതൽ അവസാനം വരെ ആ മാസത്തിൽ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുഷ്ഠിച്ചിരിക്കുന്നു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖദ്ദമു റമദാന ബിസൗമി യൗമിൻ വലാ യൗമൈനി ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫൽയസുമു. നിങ്ങളിൽ ആരും റമദാനിന് അടുത്തിട്ടുള്ള ശഅബാനിന്റെ അവസാനത്തെ ഒരു ദിവസമോ 2 ദിവസവും റമദാനിന് അടുപ്പിച്ച് നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫൽയസും, ഇതിനു മുമ്പ് നോമ്പുകൾ നോറ്റുവരുന്ന സുന്നത്തുകൾ നോക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റമദാൻ അടുപ്പിച്ചുകൊണ്ട് ഒരു ദിവസമോ 2 ദിവസമോ മുമ്പായി ഇതുവരെ നോക്കാത്ത ആളുകൾ നോമ്പ് നോൽക്കാൻ പാടില്ല. അതല്ലാതെ മുമ്പ് തന്നെ സുന്നത്ത് നോമ്പുകൾ നോറ്റുവരുന്ന ആളുകൾ, അല്ലെങ്കിൽ ശഅബാനിന് 1 മുതൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ പകുതിയുടെ മുമ്പിലോ അന്ന് മുതൽ തുടങ്ങിയ ആളുകളാണെങ്കിൽ അവർക്ക് അവസാനം വരെ നോമ്പ് നോൽക്കാമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിലൂടെ നമുക്ക് പണ്ഡിതന്മാർ നമ്മെ വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് ഈ ഒരു മാസത്തെ നമ്മൾ നാളെ പരലോകത്തിനുള്ള നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുക ാനുള്ള മാസമായി തിരഞ്ഞെടുക്കുകയും സാധിക്കുന്നത്ര നമ്മൾ ഈ മാസത്തിൽ നോമ്പുകൾ കൂടുതലായി അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതേപോലെ സാധാരണ മറ്റു മാസങ്ങളെ പുരോഹിതന്മാർ മറ്റുള്ള വിദഅത്തുകളും അന്ധവിശ്വാസങ്ങളും കൊണ്ടുവരുന്നത് പോലെ തന്നെ ഈ ഒരു മാസത്തിലും പുരോഹിതന്മാർ മറ്റുള്ള പല വിദഅത്തുകളും അന്ധവിശ്വാസങ്ങളും ഈ ഒരു മാസത്തിൽ കൂടി അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിലൊന്നാണ് ബറാഅത്ത് റാവു ശഅബാൻ 15 നടക്കുന്ന ആ ഒരു സംഭവം. അതും ബിദഅത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ അതിനുള്ള തെളിവായി പിടിക്കുന്നത് സൂറത്ത് ദുഖാനിലെ 3-ാമത്തെ ആയത്ത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, നമ്മൾ ആ ബർക്കത്താക്കപ്പെട്ട ആ രാത്രിയിൽ ഖുർആനെ അവതരിപ്പിച്ചു എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു ആയത്തിനെയാണ്. ആ ഒരു രാത്രി എന്നുള്ളത് അത് ഈ ശഅബാൻ 15യുടെ രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ ബറാഅത്തിന്റെ രാവ് അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ രാത്രിയിൽ മറ്റുള്ള പല ബിദ്അത്തുകളും ചെയ്യുന്ന ആളുകൾ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, അതിന് മുഫസ്സിരിങ്ങൾ പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ആ ബർക്കത്തായ രാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹിയ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദർ ആണ്. കമാ ഖാല തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് നാം പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ശഹ്റു റമദാൻ, റമദാൻ മാസത്തിലാണ് നാം ഖുർആനിനെ അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി സ്പഷ്ടമായി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ മറ്റുള്ള പണ്ഡിതന്മാരും പുരോഹിതന്മാരും പറയുന്നത് അത് ഈ ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാത്രിക്ക് പ്രത്യേകമായ ഒരു പ്രത്യേകത നൽകിക്കൊണ്ട് ശ്രേഷ്ഠത നൽകിക്കൊണ്ട് ആ ഒരു രാവിനെ ആചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ ദിവസം പ്രത്യേകമായ ഒരു നോമ്പും അതേപോലെ പ്രത്യേകമായി ഖബർ സിയാറത്തും അതേപോലെ മറ്റുള്ള ആളുകൾ ഖബർ സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുന്നത് അങ്ങനെയുള്ള ദിവസങ്ങളിലായിരിക്കും. അതേപോലെ ബറാഅത്ത് രാവിലെ പ്രത്യേകമായ ഒരു നിസ്കാരം, അതേപോലെ ബറാഅത്ത്
പാതിരാത്രിയിൽ ചീരണിയും അതേപോലെ ഭക്ഷണവും നൽകിക്കൊണ്ട് അതിന് മറ്റുള്ളവർ പ്രത്യേകത നൽകലും, അതേപോലെ ആ രാത്രിയിൽ 3 യാസീൻ ഓതുന്ന ഒരു ചടങ്ങ്, അതായത് ആയുസ്സിന് വേണ്ടി, റിസ്കിന് വേണ്ടി, അതുപോലെ നല്ല മരണത്തിന് വേണ്ടി ആ രൂപത്തിൽ 3 യാസീൻ ഓതുക. അതിനുശേഷം പ്രത്യേകമായ ഒരു ദിക്റോ പ്രാർത്ഥന നടത്തുക എന്നുള്ളത്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു സ്വഹീഹായ ഹദീസ് പോലും ഇതിന്റെ വരാത്ത, അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ബിദ്അത്തുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രിയിൽ പല ദിക്റുകളും എണ്ണം വെച്ച് ചൊല്ലാൻ വേണ്ടി അവരെ പുരോഹിതന്മാർ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതേപോലെ സൂറത്തു ദുഖാൻ അത് 3 തവണ ഓതാനും അങ്ങനെ അതിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അത് ചെയ്തിട്ടില്ല. അതിൽ ഇസ്ലാമിൽ ഒരു മാതൃകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബിദ്അത്തുകളെല്ലാം ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ധാരാളം സുന്നത്തുകൾ തന്നെ ഒരു ദിവസത്തിൽ നമുക്ക് ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ ദീനിൽ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇതാ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇസ്ലാമിനെ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാം മതത്തെ ഞാൻ ഇതാ തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് ഫലാ ഹലാല ഇല്ലാ മാ അഹല്ലഹു, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതല്ലാതെ മറ്റൊരു ഹലാലാക്കിയ കാര്യം ഈ ദീനിലില്ല. വലാ ഹറാമ ഇല്ലാ മാ ഹറമഹു, അല്ലാഹു എന്തൊന്നാണോ ഹറാമാക്കിയിട്ടുള്ളത് അത് മാത്രമേ ഈ ദീനിൽ ഹറാമായിട്ടുള്ളൂ. വലാ ദീന ഇല്ലാ മാ ശറഅഹു, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ എന്താണോ ഈ ശറഇയാക്കിയിട്ടുള്ളത്, നിയമമാക്കിയിട്ടുള്ളത്, ആ നിയമങ്ങളും ഇബാദത്തുകളും മാത്രമേ ഈ ശറഇലുള്ളൂ, ഈ ഇസ്ലാമിലുള്ളൂ. വകുല്ലു ശൈഇൻ അഖ്ബറ ബിഹി ഫഹുവ ഹഖ്ഖുൻ വസിദ്ഖുൻ ലാ കദിബ ഫീഹി വലാ ഖൽഫുൻ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള ഈ ഒരു ഇസ്ലാം ദീൻ അത് സത്യമാണ്, അതിൽ കളവില്ല, അതിൽ വ്യത്യാസങ്ങളില്ല, ഭിന്നാഭിപ്രായങ്ങളില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് തഫ്സീറുകളിൽ മുഫസ്സിരിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ അലി ഇബ്നു അബി ത്വൽഹ റഹിമഹുല്ലാഹ് ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഖാല അലി ഇബ്നു അബി ത്വൽഹ അൻ ഇബ്നു അബ്ബാസ് ഖൗലുഹു അൽ യൗമ അക്മൽതു ലക്കും ദീനുക്കും, അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹുവൽ ഇസ്ലാം, അത് ഇസ്ലാം മതമാണ്. അഖ്ബറ അല്ലാഹു നബിയഹു വൽ മുഅ്മിനീന അന്നഹു അക്മല ലഹുൽ ഈമാൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനും സത്യവിശ്വാസികൾക്കും അറിയിച്ചു കൊടുക്കുകയാണ് ഇന്ന് നമ്മുടെ വിശ്വാസം ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എല്ലാ ഇബാദത്തുകളും അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതാ ഇന്ന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഫലാ യഹ്താജൂന ഇലാ സിയാദത്തിൻ അബദാ, അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിൽ എന്തെങ്കിലും കൂട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല, അത് നിങ്ങൾ പാടുപെടേണ്ടതില്ല. വഖദ് അതമ്മഹുല്ലാഹു ഫലാ യൻഖുസുഹു അബദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ ഈ ഇസ്ലാം ദീനിനെ പൂർത്തീകരിച്ചിരിക്കുന്നു, അതിലെന്തെങ്കിലും കുറവ് വരുത്താനോ നിങ്ങൾ തയ്യാറാകേണ്ടതില്ല. വഖദ് റളിയല്ലാഹു ഫലാ യസ്ഖതുഹു അബദാ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീനിന്റെ വിഷയത്തിൽ ദേഷ്യപ്പെടുകയില്ല. അതുകൊണ്ട് അതിന് കൂട്ടാനോ കുറവാക്കാനോ പോവേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ രൂപത്തിൽ, അതേ രൂപത്തിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക. ഏത് സന്ദർഭത്തിലാണെങ്കിലും ഏത് മാസത്തിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് ആ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മാസത്തിലും അതേപോലെ മറ്റുള്ള മാസങ്ങളിലും ദിവസങ്ങളിലുള്ള ബിദ്അത്തുകളൊക്കെ ഒഴിവാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം സുന്നത്തുകളുണ്ട് നമുക്ക് ഓരോ ദിവസവും ചെയ്യാനുള്ള. അതിനുപോലും സമയം കിട്ടാത്ത അത്രയും സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിക്കുക. അതേപോലെ ഈ മാസത്തെ നോമ്പുകൾ നമ്മൾ ഈ മാസത്തിൽ കൂടുതലായി നോമ്പുകൾ അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം സ്ത്രീകൾ നോറ്റുവീട്ടാനും ബാക്കിയുള്ള കടമുള്ള നോമ്പുകൾ ഈ മാസത്തിൽ നോറ്റുവിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലി ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ونشهد أن لا إله إلا الله وحده لا شريك له
ونشهد أن محمدا عبده ورسوله وعلى آله وصحبه ومن والاه أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ ദിവസങ്ങളും രാത്രിയും ഇങ്ങനെ മാറ്റി മറിച്ചു കൊണ്ടുവരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവന് നന്ദിയുള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. അവനാകുന്നു രാത്രിയെയും പകലിനെയും ഇങ്ങനെ മാറ്റിമറിച്ചു കൊണ്ടുവരുന്നത്. ആർക്ക് വേണ്ടിയാണ്? ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുവാനും അതേപോലെ അവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് നന്ദി കാണിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയും പകലും നിശ്ചയിച്ചിട്ടുള്ളത് മാറ്റിമറിച്ചു കൊണ്ടുവരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന മാസങ്ങളും ദിവസങ്ങളും അങ്ങേയറ്റം ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്ന, അവൻ നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആകാശഭൂമികളോളം വിശാലതയുള്ള ആ ഒരു സ്വർഗലോകത്തിലേക്ക്, സുഖാനുഗ്രഹങ്ങൾ നിറഞ്ഞ ആ ഒരു സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതേപോലെ ആ സ്വർഗത്തിൽ എന്റെ ദരജകൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ദിവസങ്ങളെയും മാസങ്ങളെയും മണിക്കൂറുകളെയും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടുന്ന നല്ല സൽക്രമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അതിന് ഉപയോഗപ്പെടുത്തണമെന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കുക. അത് നമ്മൾ പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ സ്വർഗലോകത്ത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ദരജകളായിരിക്കുമെന്നാണ്. ഓരോ ആളുകൾ ഇങ്ങനെ ഓരോ ദരജകളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ താഴെയുള്ള ആളുകൾ വിചാരിച്ചു പോകും, എനിക്കും ആ ദരജയിലേക്ക് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അദ്ദേഹം ആ വ്യക്തി ചെയ്തതുപോലെ ദുനിയാവിൽ ഞാനും പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അന്ന് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ചാൻസ്, അതായത് നല്ല നല്ല മാസങ്ങൾ, നല്ല ദിവസങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ഒരു ആയുസ്, അതിൽ വരുന്ന ഈ നല്ല നല്ല മാസങ്ങളെയും നല്ല നല്ല ദിവസങ്ങളെയും അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന സൽക്രമങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത്തിൽ മുത്തഖീൻ. سابقوا إلى مغفرة من ربكم وجنة عرضها كأرض السماء والأرض. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആകാശഭൂമികളോളം വീതിയുള്ള അതിന്റെ ആ ഒരു സ്വർഗ്ഗത്തിന്റെ ആ ഒരു വീതിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആകാശഭൂമികളോളം വീതിയുള്ള ആ ഒരു സ്വർഗ്ഗലോകത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ മത്സരിക്കട്ടെ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന് വേണ്ടും അതേപോലെ സ്വർഗ്ഗത്തിന് വേണ്ടും മത്സരിക്കട്ടെ, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവർ മത്സരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നോക്ക്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അർദുഹാ